ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി. പട്ടാമ്പി പാലത്തിന് മുകളിലെ അപകട കുഴികൾ മൂടാൻ പോലീസ് നേതൃത്വത്തിലായിരുന്നു അപകട കുഴികൾ മൂടുന്ന പ്രവൃത്തികൾ നടന്നത്. പട്ടാമ്പി പാലത്തിന് മുകളിൽ തൃത്താല ഞാങ്ങാട്ടിരി ഭാഗത്ത് രൂപപ്പെട്ട കുഴികൾ മൂലം പാലത്തിന് മുകളിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരുന്നു. കഴിഞ്ഞ പ്രളയത്തിൽ തകർന്ന പാലത്തിന്റെ മുകളിലെ റോഡിന്റെ ഈ ഭാഗത്തെ പുനർനിർമ്മാണം വേണ്ട വിധത്തിൽ നടത്താത്തത് മൂലമാണ് കുഴികൾ രൂപപ്പെട്ടതെന്നാണ് പരാതി. പലതവണ തൃത്താലയിലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ കുഴികളടച്ച് താൽക്കാലിക പരിഹാരം കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ മഴയിൽ വീണ്ടും പാലത്തിന് മുകളിൽ കുഴികൾ രൂപപ്പെടുകയായിരുന്നു. ഇത് പട്ടാമ്പി ടൗണിലെ ഗതാഗതക്കുരുക്കിനും ആക്കം കൂട്ടുന്നതായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പട്ടാമ്പിയിലെ ട്രാഫിക് പോലീസിന്റെ നേതൃത്വത്തിൽ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തികളുമായി രംഗത്തിറങ്ങിയത്. പ്രദേശവാസികളും പോലീസിന് സഹായമായി രംഗത്തെത്തിയിരുന്നു. പലതവണ നാട്ടുകാർ അടച്ച കുഴികളാണ് ഓരോ മഴയിലും വീണ്ടും രൂപപ്പെടുന്നതെന്നും ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നും തൃത്താല പഞ്ചായത്ത് അംഗം അലി പോത്തിങ്കൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ പ്രളയകാലത്ത് രൂപപ്പെട്ട ഒരു കുഴികളാണ് ഈ പാലത്തിൻ്റെ മുകളിൽ. അത് നേരാക്കാൻ വേണ്ടിയിട്ട് ഈ പാലം തകർന്നപ്പോൾ ആ കഴിവരും ഇവിടെ കുഴികൾ അനുഭവപ്പെട്ടു. അതും കൂടി നേരാക്കാനുള്ള ഒരു കോൺടാക്റ്റ് കൊടുത്തായിരുന്നു. അവർ പാലത്തിൻ്റെ കൈവരികൾ മാത്രം നേരാക്കി പോയി. പാലം പിടിച്ച് പലവട്ടം വിളിച്ചിട്ട് നമ്മൾ പരാതിപ്പെട്ടിട്ടും ഒരു നടപടി ഉണ്ടായില്ല. 2 പ്രാവശ്യം നാട്ടുകാർ ഞങ്ങൾ തൂർക്കേണ്ട ഈ ഗതി ഇത് അവസ്ഥ കണ്ട് തൂർത്തു. ഇന്നലത്തെ മിനിയാത്തി ട്രാഫിക് കാരണം പട്ടാമ്പിയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ SI അടക്കമുള്ളവർ ട്രാഫിക് SI അടക്കം വന്നിട്ട് തൂർക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അവർക്കാണ്. ഈ തിരക്കിൽ നിയന്ത്രിക്കേണ്ടത് പോലീസുകാരാണ്. അവർക്കും സഹിയിട്ട് അവർ വന്ന് ഞങ്ങൾ നിന്നിപ്പോൾ തൂർക്കാൻ ഞങ്ങളെ ഒപ്പം കൂടിയിരിക്കുക. കാരണം വേറെ വഴിയില്ല. അപ്പോൾ ഇതിന് നടപടി ബഹുമാനപ്പെട്ട പട്ടാമ്പി MLA, ഞാൻ MLAയോട് നേരിട്ട് പരാതിപ്പെട്ടു. പാലം എയിലെ വിളിച്ച് പരാതിപ്പെട്ടു. ഒരു നടപടി എടുക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ഇനി ഓണക്കാല വരുന്നത്, അവധിയെ വരുന്നത്. അപ്പോൾ ഈ ഒരുപാട് ട്രാഫിക് അല്ലെങ്കിൽ പട്ടാമ്പി കുരുക്കിലാണ്. ഈ കുഴിയും കൂടി ഉണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് പഴയ രീതിയിലാക്കി ടാറിങ് ചെയ്ത് നല്ല രീതിയിലാക്കിയിട്ട് ജനങ്ങൾക്ക് സഞ്ചാരയോഗം ആക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി വിജയകുമാറും സ്ഥലത്തെത്തിയിരുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യം സംസാരിച്ചതായും തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടതായും പ്രസിഡന്റ് സൂചിപ്പിച്ചു. വർഷങ്ങളായിട്ട് മഴക്കാലം വന്നു കഴിഞ്ഞാൽ പട്ടാമ്പി പാലത്തിന് മുകളിലൂടെയുള്ള വാഹനക്കാർക്ക് ഏറെ ദുരിതമുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇവിടെ നിരന്തരമായി കുഴി രൂപപ്പെട്ട് വലിയ രീതിയിലുള്ള ട്രാഫിക് അനുഭവപ്പെടുക എന്നുള്ളത്. തൽക്കാലമായിട്ട് കുഴി ഇന്ന് അടച്ചിട്ട് ഇനി വരും ദിവസങ്ങളിൽ അടിയന്തരമായി നമ്മുടെ ഇടപെടൽ എന്ന രീതിയിൽ ഒരു ചാലുണ്ടാക്കി ഇപ്പോൾ ഇട്ടിട്ടുള്ള ഈ കോൺക്രീറ്റുള്ള മെറ്റൽ ഒലിച്ചു പോവാൻ സാധ്യത വരാത്ത രീതിയിൽ ഒരു ചാലെടുക്കുക. പിന്നെ ശാശ്വത പരിഹാരം എന്ന രീതിയിൽ നമ്മൾ ബ്രിഡ്ജ് AEXയുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും.